ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചു. കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാന സർക്കാരും കോൺഗ്രസും രംഗത്തെത്തി. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ആഗസ്റ്റ് 2 നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് നിലപാടറിയിച്ചത്. ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ നിലപാടറിയിച്ചിരിക്കുന്നത്. SDRF ചട്ടം പ്രകാരം നോട്ടിഫൈ ചെയ്ത 12 ദുരന്തങ്ങളിലൊന്നാണ് മിന്നൽ പ്രളയമെന്നും സംസ്ഥാനമാണ് ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും നൽകേണ്ടതെന്നും മറുപടിയിലുണ്ട്. ആവശ്യത്തിന് ഫണ്ട് കേരളത്തിന്റെ പക്കലുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. കേന്ദ്ര നിലപാട് കേരളത്തോടും കേരളീയരോടുമുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അതായത് ശരിയായൊരു നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിതീവ്ര ദുരന്തമായി കാണാനാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇത് യഥാർത്ഥത്തിൽ തെറ്റായ ഒരു രീതിയാണ്. വയനാടിന് നേരെയുള്ള ഒരു വധഭീഷണിയാണ്. മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാട് അനീതിയെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി ദുരന്തസ്ഥലം നേരിട്ട് കണ്ട് എല്ലാം മനസ്സിലാക്കിയതാണ്. എന്നിട്ടും BJP സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. കേന്ദ്രം കേവലം രാഷ്ട്രീയപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ടി സിദ്ദിഖ് MLA കുറ്റപ്പെടുത്തി. ഇത് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ച ഒരു കാര്യമാണ്. ദുരന്തബാധിതരുടെ അടുത്ത് സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് ഷൂട്ടിംഗ് നടത്തി പോയത് എന്തിനു വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രി? എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെയുള്ളത് ഇങ്ങനെയാണോ? വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ഡൽഹി.